ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ കാശ്മീരിൽ നിന്നുള്ളവർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നടന്നിരിക്കുന്നു. കാശ്മീരികളായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചില കോളേജുകളിൽ നീ കാശ്മീരിലാണെന്നാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വേട്ടയാടുന്ന, അവരെ ആക്രമിക്കുന്ന, അവരെ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ജമ്മു കാശ്മീരിൽ നടന്ന രാജ്യം ഒറ്റ ശബ്ദത്തിൽ അപലപിച്ച ഭീകരവാദത്തിനെതിരായിട്ടുള്ള യോജിച്ച നിലപാട് നമുക്ക് അഭിമാനകരമാണ് എന്ന് പറയുമ്പോൾ തന്നെ അപമാനകരമായ പ്രവണതകളും അവിടെയും ഇവിടെയുമായി പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപമാനകരമായ പ്രവണതകൾ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രകടിപ്പിക്കപ്പെടാതെ അവമാനകരമായ ചില പ്രവണതകൾ പലരുടെയും മനസ്സിന്റെ കോണിൽ പതുങ്ങിയിരിക്കുന്നുണ്ടാവും എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി ആവിഷ്കരിച്ചിട്ടുള്ള ഈ ജനകീയ കൂട്ടായ്മകൾ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ നീരജ് ചോപ്ര എന്ന കഴിഞ്ഞതിന് മുമ്പലത്തെ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം, നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ്. ഒളിമ്പിക് സ്വർണം നേടുക ട്രാക്ക് ആൻഡ് ഫീൽഡിൽ. ആകപ്പാട് ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ നല്ല പ്രകടനങ്ങളും മെഡലുകളും കിട്ടിയിട്ടുള്ളത് ഹോക്കിയിലും ഒക്കെയാണ്. അത്ലറ്റിക്സിൽ, ട്രാക്ക് ആൻഡ് ഫീൽഡിൽ ഇന്ത്യയുടെ അഭിമാന പതാക ഉയർത്തിയ നീരജ് ചോപ്ര, അദ്ദേഹം കഴിഞ്ഞ ഒളിമ്പിക്സിൽ അദ്ദേഹം വീണ്ടും ജാവലിൻ ത്രോ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തെക്കാളും മികച്ച പ്രകടനം നടത്തി ഒരു കായിക താരം. അദ്ദേഹം പാകിസ്ഥാനിൽ നിന്നുള്ള കായിക താരമാണ്. പേരോർമ്മയുണ്ടോ? പേര് പ്രസക്തമല്ല, പോട്ടെ, പേര് കണ്ടുപിടിച്ചോളൂ നിങ്ങൾ. പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയ്ക്ക് സ്വർണം കിട്ടിയത് ആരാണെന്ന് പ്രൊഫസർ ഗൂഗിളിനോട് ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞു തരും. ഞാനത് കുറിച്ചെടുക്കാൻ മറന്നുപോയി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നീരജ് ചോപ്രയ്ക്കോ തലേ ഒളിമ്പിക്സിൽ സ്വർണം കിട്ടിയ നീരജ് ചോപ്ര പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി മെഡലിൽ ഒതുങ്ങേണ്ടി വന്നു. അപ്പൊ ഈ കായിക രംഗത്തെല്ലാം മത്സരിക്കുന്നവർ ഉറ്റ സുഹൃത്തുക്കളാണ്. ഇവിടെ ഈ പാകിസ്ഥാനിലെ പ്രഗത്ഭനായ അത്ലറ്റ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിക്കഴിഞ്ഞപ്പോൾ തന്റെ മകന് തന്നെ സ്വർണം കിട്ടുമെന്ന് നോക്കിയിരിക്കുകയായിരുന്നു നീരജ് ചോപ്രയുടെ അമ്മ. അപ്പൊ തന്റെ മകന് വെള്ളിയായി പോയി. അപ്പോൾ നീരജ് ചോപ്രയുടെ അമ്മ പറഞ്ഞ എന്താന്ന് ഇവിടെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡൽഹിയിലെ ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന് ഞാൻ വായിച്ചതാണ്. നീരജ് ചോപ്ര പറഞ്ഞു, എന്റെ മകന് വെള്ളി കിട്ടിയല്ലോ, കഴിഞ്ഞ തവണ സ്വർണം കിട്ടി, ഇത്തവണ വെള്ളിയായി പോയി, എനിക്ക് സന്തോഷമാണ്. അപ്പൊ എന്റെ ഒരു മകന് വെള്ളി മെഡൽ കിട്ടി, സ്വർണ്ണ മെഡൽ കിട്ടിയതും എന്റെ തന്നെ ഒരു മകനാണ് എന്ന് പറഞ്ഞു ഈ പാകിസ്ഥാൻ അത്ലറ്റ്. കാര്യം ഇവരെല്ലാം സുഹൃത്ത് ബന്ധത്തിൽപ്പെട്ടവരാണ്. നീരജ് ചോപ്രയുടെ അമ്മയ്ക്കെതിരായി, നീരജ് ചോപ്രയ്ക്കെതിരായി ഈ സ്പർദ്ധ വളർത്തുന്ന, വെറുപ്പ് പടർത്തുന്ന, വർഗീയതയുടെ ചാവേറുകളായി സാമൂഹ്യ മാധ്യമങ്ങളെ മലീമസമാക്കുന്ന വിഭാഗങ്ങൾ, വാട്സപ്പ് ആർട്ടിലറി എന്ന് വേണേ വിളിക്കാം, വാട്സപ്പിലെ വർഗീയതയുടെ കാലാൾ പോരാളികൾ, വർഗീയതയുടെ കാലാൾ പോരാളികൾ അവരെ കടന്നാക്രമിച്ചു നീരജ് ചോപ്രയെ, നീരജ് ചോപ്രയുടെ അമ്മയെ. ഇവരൊന്നും ഇന്ത്യയിൽ കഴിയേണ്ടവരല്ല, പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ്. ആലോചിച്ച് നോക്കി. ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡലും വെള്ളി മെഡലും നേടിയ കായിക താരങ്ങൾ. അപ്പം ഒരു ഭാഗത്ത് ഭീകരവാദത്തിന്റെ
മനുഷ്യക്കുരുതിക്കെതിരായി ഇന്ത്യ ഒരുമിച്ച് നിൽക്കുകയും വർഗീയമായി നമ്മുടെ രാജ്യത്ത് വിഭജിക്കാനുള്ള നീക്കങ്ങൾക്കൊപ്പം ഇന്ത്യൻ ജനത നിൽക്കുകയില്ല എന്ന് പൊതുവിൽ പ്രതിജ്ഞയെടുക്കാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഹീനമായ വർഗീയ വിഭജനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ ഈ ഭീകരവാദികൾ എങ്ങനെ ശ്രമിച്ചോ, ഏതാണ്ട് അതിന് സമാനമായ വിധത്തിൽ വെറുപ്പിന്റെ പ്രചാരകരാകാൻ, വർഗീയതയുടെ പ്രചാരകരാകാൻ ചിലർ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുന്നുണ്ട്. അതിനെതിരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നതിനാലാണ് ഭീകരവാദത്തിനെതിരെ മാനവികതയ്ക്ക് വേണ്ടി എന്ന നിലപാട് CPIM ഉയർത്തിപ്പിടിക്കുന്നത്. ഈ ഭീകരവാദ കൃത്യം ലഭ്യമായ സാഹചര്യ തെളിവുകൾ വെച്ച് ബാഹ്യശക്തികളുടെ സഹായത്തോടും പരിശീലനത്തോടും പിന്തുണയോടും കൂടി നടന്നതാണ് എന്ന് വേണം കരുതാൻ. നിങ്ങൾക്കറിയാം, ഇഷാഖ് ദർ പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയാണ്. ഇഷാഖ് ദറിന്റെ ഒരു പ്രതികരണം വന്നു. എന്താ അത്? ജമ്മു കാശ്മീരിൽ ഇപ്പം നടന്ന സംഭവങ്ങൾ അതിന്റെ പിന്നിൽ സ്വാതന്ത്ര്യ സമര സേനാനികളാകാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പഹൽഗാമിൽ നടന്ന അതിനിഷ്ഠൂരമായ ഈ ഭീകരവാദ പാതകം, ക്രൂരകൃത്യം, കൂട്ടക്കുരുതി, അത് ചെയ്ത ഭീകരവാദികളെ അവർ ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമര സേനാനികളാകാമെന്നാണ് പറഞ്ഞത്. അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന് പറഞ്ഞില്ല, പറഞ്ഞ കാര്യമേ നമ്മൾ പറയുകയുള്ളൂ. അവർ സ്വാതന്ത്ര്യ സമര സേനാനികളുമാകാം എന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയാണ്. പാകിസ്ഥാന്റെ സൈനികാധിപന്റെ ഒരു പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ പലരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. ഒരു സൈന്യാധിപനെ പോലെയല്ല അദ്ദേഹം സംസാരിച്ചത്. അയൽ രാജ്യത്തോട് സ്പർദ്ധ പ്രകടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയാണ് ഒരു സൈന്യാധിപൻ സംസാരിച്ചത്. അപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട സൈനിക നേതൃത്വമാണ് പാകിസ്ഥാനുള്ളത്. സൈനികരെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ കരുതി തന്നെയാണ് പറഞ്ഞത്. പാകിസ്ഥാന്റെ സൈനിക നേതൃത്വം വലിയ തോതിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതാണ്. അവർ പാകിസ്ഥാൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനിലെ സൈനിക നേതൃത്വമാണ്. ആ സൈനിക നേതൃത്വത്തിന്റെ പിടിയിൽ നിൽക്കുന്ന ഭരണാധികാരികളാണ് ഇപ്പോൾ പാകിസ്ഥാനിലുള്ളത്. ഇമ്രാൻഖാന് സംഭവിച്ചത് തന്നെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇതുപോലൊരു സന്ദർഭത്തിൽ പോകേണ്ടതില്ല. ഇമ്രാൻഖാന്റെ പാർട്ടിയെ നിരോധിച്ചു, ജയിലിലടച്ചു. എന്നിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരായി മത്സരിച്ച ഇമ്രാൻഖാന്റെ പാർട്ടിയിൽപ്പെട്ടവർ അവരാണ് പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ജയിച്ച ഒറ്റ പാർട്ടിയായി മാറിയത്. പക്ഷെ ജയിലിൽ തന്നെ തുടരുകയാണ് ഇമ്രാൻഖാൻ. അപ്പൊ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിന്റെ സങ്കീർണതകളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ടുള്ളത് എന്താണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ടുള്ളത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട സൈനിക നേതൃത്വം. അവരാണ് പാകിസ്ഥാന്റെ മിക്കവാറും കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഗുരുതരമായൊരു പ്രശ്നമാണ്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പിറകിലുള്ള ഒരു ഘടകം ഈ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട സൈനിക നേതൃത്വമാണ്. അതോടൊപ്പം അമേരിക്കൻ സാമ്രാജ്യത്വം, ആ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നല്ല പിള്ളയായിരുന്നു അക്കാലത്തും പാകിസ്ഥാൻ. എന്നാൽ ഒരു ഘട്ടത്തിൽ ചില സന്ദർഭങ്ങളിൽ അമേരിക്കൻ സാമ്രാജ്യത്വവുമായി പുറമേ ചില തർക്കങ്ങളും വ്യത്യസ്തതകളും ഉണ്ട് എന്ന് തോന്നുമാറുള്ള ചില അനുഭവങ്ങളും പാകിസ്ഥാന്റെ രാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ളത് മാത്രം ചുരുക്കത്തിൽ നമുക്ക് പരാമർശിച്ചു പോകാം.